തിരുവമ്പാടിയിൽ വൈദ്യുതി വിച്ഛേദിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 7 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നതാണ് നിർദ്ദേശം. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി. സമീർ, നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഒരു പരാതി മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ചെന്നിരുന്നു. രോഗിയാണ് പിതാവ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പരാതി. അതിലുള്ള നടപടിയാണ്. പ്രത്യേകിച്ച് മാധ്യമ വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുത്തു എന്ന തരത്തിലേക്ക് കൂടി വാർത്തകളുണ്ട്. ഇപ്പോൾ എന്താണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്? അനുജ, ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസിലാണ് ഈ ഒരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാണ് കേസെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് രാവിലെ ഒരു പരാതി കമ്മീഷന് സമർപ്പിച്ചിട്ടുമുണ്ട്. നാട്ടുകാരനായിട്ടുള്ള വ്യക്തിയാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഈ കേസിൽ സ്വമേധയാ എടുത്ത ഈ കേസിലാണ് അതിൻ്റെ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. 7 ദിവസത്തിനകം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് വിശദമായിട്ടുള്ള റിപ്പോർട്ട് തേടിക്കൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാനായിട്ടുള്ള ബൈജുനാഥ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ സംഭവത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ചേർത്തുകൊണ്ട്, അതായത് ഇത്തരത്തിൽ ഹൃദ്രോഗിയായിട്ടുള്ള ഒരു പിതാവാണ്, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ വീടുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് വൈദ്യുതി കണക്ഷനുമുള്ളത്. സ്വാഭാവികമായും മകൻ ചെയ്ത ആ കുറ്റത്തിന് ഈ പിതാവിൻ്റെയും അതുപോലെ മറ്റേ ആ കുടുംബാംഗങ്ങളെ മുഴുവൻ ശിക്ഷിക്കുന്ന തരത്തിലേക്ക് നടപടി ആയി എന്നുള്ള കാര്യം കൂടി ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് വിശദമായിട്ടുള്ള റിപ്പോർട്ട് 7 ദിവസത്തിനകം നൽകണം എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു വിഷയം ഉണ്ടായപ്പോൾ തന്നെ KSEBയുടെ ഈ നടപടി അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു നടപടി എന്ന് പല മേഖലകളിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു. ആരെങ്കിലും അല്ലെങ്കിൽ വീട്ടിലെ ഒരാൾ ആക്രമിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ വീട്ടുകാരെ മുഴുവൻ ശിക്ഷിക്കുന്ന നടപടിയിലേക്ക് പോകുന്ന ഒരു ഘട്ടമാണ് ഉണ്ടായത്. അത് KSEB ചെയർമാൻ്റെ നിർദ്ദേശപ്രകാരമാണ് അത്തരമൊരു നടപടി ഉണ്ടായത് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഒപ്പം തന്നെ മന്ത്രി ആ വിഷയത്തിൽ ഉദ്യോഗസ്ഥരെയൊക്കെ ന്യായീകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ആ വിഷയത്തിൽ തന്നെ 2 അഭിപ്രായമുണ്ട്. അത് ദൗർഭാഗ്യകരമായി ആക്രമിച്ചതിനെ ആരും തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ ആ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതുമായി ബന്ധപ്പെട്ട് അത് മോശമായ ഒരു പ്രവണതയായി എന്നുള്ള ഒരു വിമർശനം ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നു. കേസെടുത്തിട്ടുണ്ട്. 7 ദിവസത്തിനകം KSEB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് വിശദമായിട്ടുള്ള റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ. തിരുവമ്പാടി സംഭവത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഒട്ടേറെ പ്രേക്ഷകരുടെ സന്ദേശങ്ങൾ കൂടി വരുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട് ഒട്ടേറെ പ്രേക്ഷകർ. രാഘവൻ തമ്പി, ലില്ലി ചോലയിൽ, അതുപോലെ ആശ, കണ്ണൻ താഴ, ഷാനു, സൗമ്യ ഷിബു, വിനീത് നാരായണൻകുട്ടി തുടങ്ങി ഒട്ടേറെ പ്രേക്ഷകർ വരുന്നുണ്ട്. പവിത്രൻ പാതിരപ്പറ്റ പറയുന്ന പ്രതീക്ഷിക്കാതെ വന്ന അനുജയ്ക്ക് നന്ദി എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ തിരുവമ്പാടി വിഷയത്തിലുള്ള പ്രേക്ഷകരുടെ പ്രതികരണം കൂടിയുണ്ട്. അതിൽ മന്ത്രിയുടെ നിലപാട് തെറ്റാണ് എന്ന് പറയുന്നവരുണ്ട്. എല്ലാവരും സോളാർ ഉപയോഗിക്കും, അങ്ങനെയെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാകും എന്നൊക്കെയുള്ള ഒട്ടേറെ പ്രതികരണങ്ങളും വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.